ജാൻമണി ഇന്ന് സാധാരണക്കാരെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ കുറച്ച് പരാമർശങ്ങൾ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം. പിന്നെ നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. എന്തായാലും വീഡിയോ കണ്ടു നോക്കാം. ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പാടില്ല പ്ലീസ്. കാരണം എന്റെ കൂടെ വശി കാണിച്ചിട്ട് ആ വശി ഞാൻ ഒബ്വിയസ്ലി അത് അവരുടെ അടുത്ത് സംസാരിക്കാലോ. സംസാരിക്കില്ല. Why should I have to talk? എന്നാ എന്തെങ്കിലും കഴിക്കേ. They are not equal to me. I will think like that only. When I say think, it's equal. So one commoners ഒക്കെ എന്റെ ഈക്വൽ ആയിട്ട് ഞാൻ ചിന്തിച്ച്, പക്ഷെ ആ കോമണേഴ്സ് എന്റെ തലയിലേക്ക് കയറണമെങ്കിൽ താഴെ വലിച്ചിട്ട് എന്റെ കാലിന്റെ താഴെ വെക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താണ് ജാൻ? അത് ഇതാണ് ജാൻ. ഈ വീഡിയോ കണ്ടില്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ശരിക്കും അവിടെ റസ്മിനെ കുറിച്ചാണ് നമ്മുടെ ജാൻമണി പറയുന്നത്. അതായത് റസ്മിനും നമ്മുടെ പവർ ടീമായിട്ട് കുറച്ച് ക്ലാഷ് നടന്നായിരുന്നല്ലോ. ജാൻമണി ചായ ഇടണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പവർ ടീം പറഞ്ഞായിരുന്നു ഇപ്പോഴാണ് റൂൾ വെച്ചത്, അതുകൊണ്ട് കുറച്ച് കഴിയുമ്പം ചായ ഉണ്ടാക്കാമെന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. പക്ഷെ ജാൻമണി അത് പിന്നെ മാനിപ്പുലേറ്റ് ചെയ്ത് വേറെ രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായിരുന്നു പ്രശ്നത്തിന്റെ തുടക്കം. അതിനെക്കുറിച്ച് അവിടെ നിരാഹാരം എന്നൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു ജാൻമണി. അതിനുശേഷം മൻസിബയുടെ അടുത്താണ് സംസാരിക്കുന്നത്. എന്താ എന്റെ അടുത്ത് കളിക്കാൻ നിൽക്കണ്ട, അതുപോലെ തന്നെ ഞാൻ ഒരു കോമണറിനെ എന്റെ ഈക്വൽ ആയിട്ട് കണ്ടു തുടങ്ങിയപ്പോഴത്തേക്കും, അതായത് ഞാൻ കോമണറിനെ എന്റെ തുല്യമായിട്ട് കാണുന്നു. പക്ഷേ അതായത് റസ്മിൻ അവിടെ അതേപോലെ അല്ല ബിഹേവ് ചെയ്യുന്നത്. എന്താണ് അവിടെ വന്നിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസും ഈക്വൽ ആണ്. അവിടെ ഒരാള് മുൻതൂക്കം കൂടുതലും മറ്റൊരാള് മുൻതൂക്കം കുറവും അങ്ങനെ ഒന്നുമില്ല. ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് എല്ലാവരും ഒരുപോലെ തന്നെയാണ്. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം, എല്ലാ ആൾക്കാരും സാധാരണക്കാരിൽ നിന്നാണ് എല്ലാവരും സെലിബ്രിറ്റി ആവുന്നത്. അല്ലാതെ എല്ലാവരും ജനിച്ചുടനെ സെലിബ്രിറ്റി ആയിട്ടല്ല ഇവിടെ വന്നു വരുന്നത്. പിന്നെ നമ്മളെപ്പോലുള്ള എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടും അവരെ ഉയർത്തി കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രമാണ് ഓരോരുത്തരും സെലിബ്രിറ്റി ആയിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾക്ക് തന്നെ നമ്മളാണ് അവരെ ഉയർത്തിയെങ്കിൽ നമുക്ക് തന്നെ അവരെ താഴ്ത്താനും നമുക്ക് അറിയാം. അപ്പൊ ഒരു സാധാരണക്കാരെ ഒരു കോമണറിനെ ഇത്രയും തരം താഴ്ത്തി സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. അവിടെ ജാൻമണി പറഞ്ഞ പ്രയോഗം വളരെ മോശമാണ്. അതായത് എന്റെ ഈക്വൽ അല്ല, എനിക്ക് ഒരിക്കലും റസ്മിൻ അവിടെ എനിക്ക് ഈക്വൽ അല്ല. ഞാൻ ഈക്വൽ ആയിട്ട് കാണാൻ തുടങ്ങിയപ്പോഴത്തേക്കും, അതായത് എന്റെ പുള്ളിക്കാരത്തി എന്റെ തലയിൽ കയറി ഇരിക്കുന്ന സ്വഭാവമാണ് കാണിച്ചതെങ്കിൽ എനിക്ക് തന്നെ അറിയാം എന്റെ കാലിന് ചുവട്ടിൽ കൊണ്ടു നിർത്താനായിട്ട്. അങ്ങനെ ഇത് ആദ്യമായിട്ടല്ല ഈ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് പറഞ്ഞത് കുറെ ഭയങ്കരമായ രീതിയിലുള്ള മോശമായിട്ടാണ് പറഞ്ഞത്. അതായത് സാധാരണക്കാർ എന്ന് പറഞ്ഞ കോമണർ എന്ന് എടുത്തു പറഞ്ഞിട്ടാണ് നമ്മുടെ ജാൻമണി അത് പറഞ്ഞത്. ഞാനും ഒരു സാധാരണക്കാരാണ്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഒരു സാധാരണക്കാരാണ്. അപ്പൊ എനിക്കതിന് നല്ല പ്രതിഷേധമുണ്ട്. അതുപോലെ തന്നെയായിരിക്കും നിങ്ങൾക്കും അതുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളാണ് അവരെ വോട്ട് ചെയ്യുന്നതും അവിടെ നിലനിർത്തിക്കുന്നതും എല്ലാം നമ്മളാണ്. എന്നിട്ടും ഒരു കോമണറായ അതോ സാധാരണക്കായ ഒരു വ്യക്തിയോ അതോ അതിന്റെ ഒരു കൂട്ടായ്മയോ എന്തിനെയായാലും അങ്ങനെ പറയുന്നത് വളരെ മോശമാണ്. അതും ഇങ്ങനെ കമ്മ്യൂണിറ്റിയിൽ നിന്നും വരുന്ന ഒരാളാകുമ്പോൾ കുറെ നല്ല ത്യാഗങ്ങളും അതുപോലെ തന്നെ കഷ്ടതകളും അനുഭവിച്ചിട്ടായിരിക്കും ജാൻമണി ദാസ് ഇന്ന് അവിടെ വന്ന് നിൽക്കുന്നത്. ആ ഒരാൾ തന്നെ ഇത്രയും മോശമായ രീതിയിൽ സാധാരണക്കാരെ പറയുന്നത് വളരെ മോശമായി പോയി. ഒരിക്കലും ജാൻമണിയുടെ അടുത്ത് നിന്നും ഇങ്ങനെ ഒരു നീക്കം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത് വളരെ രീതിയിൽ എനിക്കെന്താ പറയേണ്ടതെന്നറിയില്ല. കാരണം എനിക്ക് തന്നെ ഒരുമാതിരി ഭയങ്കര ഫ്രസ്ട്രേഷൻ ആണ് തോന്നുന്നത് അത് കേട്ടപ്പോഴത്തേക്കും. അവിടെ അൻസിബ അവിടെ നിൽക്കുന്നുണ്ട്, അൻസിബ അത് കേൾക്കുന്നുണ്ട്. അൻസിബ പോലും അതിനെതിരെ ഒന്ന് പറയുകയോ അത് തെറ്റായി പോയി എന്ന് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അതും തെറ്റ് തന്നെയാണ്. കാരണം അൻസിബയാണെങ്കിൽ പോലും ഒരു സാധാരണക്കാരിൽ നിന്നുമാണ് ഒരു സെലിബ്രിറ്റിയിലോട്ട് വന്നത്. അപ്പൊ എല്ലാ ആൾക്കാരും, ഒരാള് പോലും ജനിച്ച ഉടനെ തന്നെ ഞാൻ സെലിബ്രിറ്റി ആയി എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. ഈവൻ നമ്മുടെ എല്ലാ ആക്ടേഴ്സിന്റെ നടന്മാരായാലും അവരുടെ മക്കളാണെങ്കിൽ പോലും അവരും സാധാരണഗതിയിൽ നിന്ന് തന്നെയാണ് ഒരു സിനിമയിലോ മറ്റേന്തെങ്കിലും ഇതിൽ കൂടെ അഭിനയിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഇതിൽ കൂടെയൊക്കെ നമ്മളായ ജനങ്ങൾ, സാധാരണക്കാരായ നമ്മളാണ് അവരെ ഒരു സെലിബ്രിറ്റി ആക്കി മാറ്റുന്നത്. അവരെയാണ് ഇന്ന് ജാൻമണി തരം താഴ്ത്തിക്കൊണ്ട് സംസാരിച്ചത്. അതിനെതിരെ ശക്തമായി പ്രതികരിക്കണം. അതുപോലെ തന്നെ ലാലേട്ടൻ വന്നിട്ട് ഇന്നത്തെ ഈ വീക്കിലെ വീക്കെൻഡ് എപ്പിസോഡിൽ അതിനെക്കുറിച്ച് ചോദിക്കണം. താക്കീതായ ഒരു ശിക്ഷ കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ അതിനുള്ള മറുപടി നൽകണം. അതുപോലെ തന്നെ അൻസിബയുടെ അടുത്തും ചോദിക്കണം, എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രസ്താവന ജാൻമണി പറഞ്ഞപ്പോ ഒന്നും പറയാതെ അവിടെ മിണ്ടാതെ കേട്ടു നിന്നു. അതും ഒരു ചോദ്യം തന്നെയാണ്. കാരണം
വേണമെങ്കിൽ അൻസിബയ്ക്ക് അതിനെ എതിർക്കാമായിരുന്നു, അങ്ങനെ പറയാൻ പാടില്ലെന്ന് പറയാമായിരുന്നു. പക്ഷെ അവിടെ അൻസിബ അത് ചെയ്തില്ല. അപ്പൊ അൻസിബയുടെ ഭാഗത്തുള്ളതും തെറ്റ് തന്നെയാണ്. എന്തുകൊണ്ടാണ് അവിടുത്തെ ആൾക്കാര് ജാൻമണിയെ കുറെ ഭയങ്കരമായ രീതിയിൽ ഇങ്ങനെ, ജാൻമണി എന്ത് പറഞ്ഞാലും അവിടെയുള്ള വീട്ടുകാർക്ക് ഒരു പ്രശ്നവും ഇല്ല, അല്ലെങ്കിൽ ആരും ഒന്നും എതിർക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. അത് ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്താണെങ്കിലും അവിടെയുള്ള എല്ലാ ആൾക്കാരും, എല്ലാ കണ്ടസ്റ്റൻസും, ബിഗ് ബോസിലെ എല്ലാ കണ്ടസ്റ്റൻസും ഈക്വൽ ആണ്. ഒരാൾക്കും ഒരാളുടേതായ ഉയർപ്പോ ഒന്നുമില്ല. ആരവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്നോ അവരവിടെ ജയിക്കും. അതല്ലാതെ ഇപ്പൊ ഓൾറെഡി റസ്മിൻ അവിടെ കോമണർ ആയിട്ട് വന്നെങ്കിൽ ഫസ്റ്റ് ഡേ എന്ന് ബിഗ് ബോസിൽ കാല് കുത്തിയോ അന്ന് മുതൽ റസ്മിനും സെലിബ്രിറ്റി തന്നെയാണ്. നമ്മളും റസ്മിനെ ഈ മിനി സ്ക്രീനിലായാലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ റസ്മിനും അവിടെ ഇപ്പൊ സാധാരണക്കാരല്ല, റസ്മിനും ഒരു സെലിബ്രിറ്റി തന്നെയാണ്. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജാൻമണി റസ്മിനെ സാധാരണക്കാരായി കാണുന്നതും അതുപോലെ തന്നെ സാധാരണക്കാര് എന്റെ കാൽച്ചൂട്ടിലാണ് നിൽക്കേണ്ടത് എന്നുള്ള പ്രസ്താവനയൊക്കെ, അങ്ങനെയൊക്കെ പറയേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ചുള്ള അഭിപ്രായം? നിങ്ങൾക്ക് ഈ വീഡിയോ ഇപ്പം നിങ്ങൾ ഓൾറെഡി മറ്റേ നമ്മുടെ ഇതിനകത്ത് ഇട്ടിട്ടില്ലായിരുന്നു, കാരണം ലൈവിൽ മാത്രമേ കാണിച്ചുള്ളൂ. ഇതിന്റെ കുറച്ച് പോർഷൻ മാത്രമാണ് നമ്മുടെ മെയിൻ എപ്പിസോഡിൽ കാണിച്ചേക്കുന്നത്. ഇത് മുഴുവനും കാണിക്കണമായിരുന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഒരുപാട് പേരൊന്നും ലൈവ് കാണുന്നില്ല, ടി വിയിൽ കാണുന്ന ആൾക്കാർ അത്രയും ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു ചെറിയ ഭാഗം കണ്ടുകൊണ്ട് തന്നെ നമുക്ക് അത്രയും തോന്നത്തില്ല. പക്ഷെ അത് കട്ട് ചെയ്തത് വളരെ മോശമായി പോയി. കാരണം എല്ലാവരും കാണും, അവരുടെ ഈ അവിടുത്തെ ഉള്ള കണ്ടസ്റ്റൻസിന്റെ ക്യാരക്ടർ മനസ്സിലാവണമെങ്കിൽ ആ ഒരു വീഡിയോസ് ഒക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ, വീഡിയോസ് ഇല്ലെങ്കിൽ എന്തായാലും ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമന്റ് ചെയ്യണം. എനിക്ക് ഇത് ഭയങ്കരമായ രീതിയിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. കാരണം ഞാനും ഒരു സാധാരണക്കാരാണ്. അപ്പോ നമ്മള് ഓരോരുത്തരും സാധാരണക്കാരാണ്. നമ്മളാണ് അവരെ വോട്ട് ചെയ്യുന്നതും അവരെ ജയിപ്പിക്കുന്നതും. അല്ലെങ്കിൽ ഇവൻ ഇത് ബിഗ് ബോസ് മാത്രമല്ല, എല്ലാത്തിനാണെങ്കിലും, സിനിമയായാലും ഏതൊരു പ്ലാറ്റ്ഫോം ആയാലും, യൂട്യൂബിൽ വന്ന് സംസാരിച്ച് ഫേമസ് ആവുന്നവരായാലും, എന്തൊരു കാര്യത്തിലാണെങ്കിലും നമ്മളാണോ എല്ലാവരെയും ഉയർത്തിക്കൊണ്ട് പോകുന്നത്. ഇന്ന് സാധാരണക്കാരില്ലെങ്കിൽ ഒരിക്കലും ഒരു സെലിബ്രിറ്റി ഉണ്ടാവില്ല. ആ സാധാരണക്കാരനെ ഇങ്ങനെ പറഞ്ഞത് വളരെ മോശമായി. എനിക്ക് എന്തൊക്കെ പറയണമെന്ന് തന്നെ എനിക്ക് അറിയുന്നില്ല. കാരണം അത്രയും ഭയങ്കര മോശമായി പോയി ജാൻമണി പറഞ്ഞത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാനും ശ്രമിക്കണം. അപ്പൊ താങ്ക് യു.